അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. കേക്ക് മുറിക്കാൻ 0 സബ്സ്ക്രൈബേഴ്സ്. കത്തി വരുന്നില്ല. ഹൈ ഗൈസ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇന്നൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ലേറ്റ് ആക്കാതെ നേരെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം 0. അതുകൊണ്ട് 0 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മളൊരു കേക്ക് മുറിക്കാൻ പോവുകയാണ്. നമുക്ക് കേക്ക് മുറിച്ചിട്ട് ഓക്കെ. ഇത് കണ്ടാൽ നിങ്ങൾ കിട്ടിയ സാധനം, ഇത് പ്രാങ്കിന്റെ സാധനം. ഒരു ചോവയിൽ അത് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ബാക്കി അവിടെ നല്ല വൃത്തിയായിരിക്കും, കാരണം ഇത് നല്ല ഹോം മെയ്ഡ് കേക്കാണ്. അതുകൊണ്ട് എത്രത്തോളം വൃത്തിയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇനി കേക്ക് മുറിക്കാൻ ആക്കിയിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. ഫ്ലാഷ് ബാക്ക്. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക്. പ്രാങ്കിന് വേണ്ടിയിട്ടുള്ള കേക്കിന്റെ ബീറ്റീസ് അറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇത്രയും കാണിച്ചേക്കാൻ, ബാക്കി നമുക്ക് സ്ക്രീനിൽ. ആരാ മുറിക്കുന്ന? ബാ ബെന്നൂസ് മുറിക്കുക. അല്ലാതെ വാ ജയ്സു വാ മുറിക്ക്. നീ ഒന്ന് വിളിച്ചിരിക്കുന്നു. ഒന്ന് മതി, ഒന്ന് കേക്ക് മുറി. എല്ലാരും മുറിക്കും. എല്ലാരും ഒന്നിച്ചാ മുറിക്കും. എല്ലാരും ഒന്നിച്ചാ മുറിക്കുന്നത്. വായിലായില്ല. തുടങ്ങി. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. കേക്ക് മുറിക്കാണ്. 0 സബ്സ്ക്രൈബേഴ്സ് ചലഞ്ച്. കത്തി വരുന്നില്ല. അപ്പൊ അപ്പൊ നമ്മുടെ ഫസ്റ്റ് പരിപാടി വളരെ വിജയകരമായി ഏറ്റിരിക്കുന്നു. ഫേക്ക് കേക്കിന്റെ ഏതായാലും നമുക്ക് ഏറ്റിട്ടുണ്ട്. ക്രീം തന്നെയാണ് ഇത്. അതെ, ഇത് ഫ്രഷ് ക്രീമും സിറപ്പും. ഇതിന് മധുരം ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനൊരു ചൊവയുണ്ടാവില്ലെന്നേ ഉള്ളൂ. ഇനി പേടിക്കണ്ട, നമുക്ക് ഒറിജിനൽ കേക്കിന് ശരിക്കും പിടിക്കും. ഏതായാലും നമ്മുടെ പ്രാങ്ക് ഫസ്റ്റത്തെ ഏറ്റിരിക്കുന്നു. ആദ്യം ഇത് കത്തിക്കണ്ടേ? ഇതിങ്ങനെ വെറുതെ കത്തിച്ചാൽ മതിയായിരിക്കും. മെഴുകുതിരി കത്തിച്ചാടാ. മെഴുകുതിരി ആദ്യം കത്തിച്ചു. ഓക്കെ, ശരിക്കുള്ള കേക്ക് നമ്മൾ മുറിക്കാൻ പോവാണ്. 0 സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ. അടുത്ത നിമിഷം അയ്യോ, അപ്പൊ നമുക്ക് ഐസിലായിട്ട് മറ്റേ പോയെടുത്തു കേക്ക് മുറിച്ചങ്ങ് തുടങ്ങാം. കേക്കിൽ ഒരു സമ്മാനം വെക്കണമെന്ന് ഞാൻ വിചാരിച്ച. എല്ലാവരും നോക്കി ഇനി നമുക്ക് അടുത്ത ഗെയിംസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്ക്. നേരെ വന്ന് വെൽക്കം ഡ്രിങ്ക് ഇഷ്ടമുള്ളവർ ഏതാന്ന് വെച്ചെടുത്തു. അതിൻ്റെ അകത്ത് ഒരാൾ മാത്രം നല്ലൊരു ഭാഗ്യവാനായിരിക്കും. അയാൾക്ക് മാത്രമേ നല്ലൊരു സാധനം കിട്ടും. ബാക്കി എല്ലാവരും പെടും. ആ ഒരാൾക്കാണ് സമ്മാനം. എങ്ങനെയാന്ന് വെച്ചാൽ നോക്കാം. നോക്കാം. ഒരാള് മാത്രമാണ് ആ ഭാഗ്യം. ഒരാളേ ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടുപിടി. ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ട്. ആർക്കും കിട്ടിയില്ല. എടാ അതൊന്നും ഇത് ചീറ്റിങ്. ആരും കുടിച്ചില്ല. എല്ലാത്തിലും മധുരമുള്ളൂ. ആരോ കുടിച്ചതിൽ ഉപ്പുണ്ട്. സത്യം പറ. ആരാ കുടിച്ചത്? നീ ഉപ്പാണ് കുടിച്ചത്. അതിനോട് നീ വിട്ടായിരുന്നേ. അമ്പട കേമാ സണ്ണി കുട്ട. അപ്പൊ എല്ലാരും പറ്റിച്ച് നീയാണ് ഇതിന്റെ അകത്ത് പിന്നെ. ഇത് പറയണ്ടേ? ഇതല്ലേ കഥയിലെ ടെസ്റ്റ്. ഇത് ഉപ്പ് കിട്ടുമ്പോ പറയുന്നല്ലേ കരുത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് തന്നെ പോവാം. അടുത്ത പരിപാടി വേറെ ഒന്നുമല്ല, ഈ ബലൂൺ ഇരിപ്പുണ്ട്. അടുത്ത ലക്കി വിന്നർ. ഇതിന്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഓരോരോ ബലൂൺ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തൊരു വിജയം ഉണ്ടാവും. ആരാന്ന് വെച്ചാൽ എല്ലാവരും വരി തുടങ്ങിക്കോ. നമുക്ക് പിന്നില്ലാത്തോണ്ട് നെയിൽ കട്ടർ വെച്ചാൽ ഓരോ
ഫസ്റ്റ് ബിൻ. ആ അതിന്റെ അകത്ത് എടുത്ത് വായിച്ചോ എന്താ ഉള്ളത് നോക്കാം. എല്ലാത്തിനും ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഇതായിരിക്കും ഇനി അടുത്തത് ഇഷ്ടമുള്ളത്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. അത് വായിക്കുമ്പോഴത്തേക്ക് അടുത്താൾ വന്നു. നമുക്ക് റിയാക്ഷൻ എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്കേ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. അടിച്ചു കയറി. സോറി അടിച്ചു. എല്ലാരും അടിച്ചു അടുത്താള് വരൂ. ഗോതയിലേക്ക് കടന്നു വരും. ഗോൾഡന്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാണ് ഗോൾഡൻ കിട്ടും. പക്ഷെ അതിന്റെ അകത്ത് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നീ എന്താ തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത്രോ? ഓക്കെ, അപ്പൊ ഒരു സമ്മാനം ഏതായാലും അടിച്ചിട്ടുണ്ട്. അത്ര ഏതായാലും അവിടെ ഇരിക്കട്ടെ. ഒരു വിജയനെ കിട്ടിയിരിക്കുന്നു. ഇനി കിടക്കുന്ന രണ്ടെണ്ണം അത്ര അത് തന്നെ എടുത്തോ. ഇതിന്റെ അകത്ത് എന്തേലും ഒക്കെ കിട്ടും. ഇപ്പോഴും പേർക്ക് ഇവിടെ വെറുതെ ഇരിക്കുക. ഓക്കെ, അടുത്ത തവണ നോക്കാം. സാരമില്ല. അതെ അടുത്ത് നാളെല്ലോടാ ജറ്റുമാനം നോക്കിയേക്കാം. കാള പോലെ വളർന്നില്ലയോ? ഓട്. നമുക്ക് കണ്ടറിയാം. കൊന്നിട്ട് ഞങ്ങൾ ഗുണ്ടകളല്ല, കസിൻസ് ആണ്, കസിൻസ്. ഓക്കെ, ഇനി അടുത്താള് വരും. ഉഷാറാ. എന്താ ഇത്? അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? വെറുക്ക് കിട്ടുന്ന ആള് മിണ്ടരുത്. ആദ്യം സാരമില്ല. അപ്പൊ നമുക്ക് അടുത്ത മണ്ടരെ കിട്ടിയിരിക്കുന്നു. ആരായിരിക്കും ആ ഭാഗ്യം? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തോ കിട്ടി. എന്തോ കിട്ടി. എന്താ? അയ്യോ, അപ്പൊ നമ്മള് വിജയനെ കിട്ടിയിരിക്കുന്നു. പക്ഷെ തീർന്നു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഒരു ചെറിയ ഗിഫ്റ്റ് കൂടി ഉണ്ട്. വലിയ ഗിഫ്റ്റ് ഏതായാലും പോയി അത് നമുക്ക് കൊടുത്തേക്കാം. അത് നമ്മുടെ ജിയെ കുട്ടി തന്നെ കൊണ്ടുപോയിരിക്കും. ഇനി ഒരു ചെറിയ ഗിഫ്റ്റ് കൂടി ഉണ്ട്. അത് ആർക്കാണ്? ഇതില് 3 ഇതുണ്ട്. 3 ബലൂൺ ബാക്കിയുണ്ട്. ആർക്കാന്ന് വെച്ചാ ഇല്ല, ഒരു ചെറിയ സമ്മാനം കൂടെ ബാക്കിയുണ്ട്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇത് തന്നെയാണ് വലിയ സർപ്രൈസ്. അടുത്തതാണ്. ഇനി 2 ബലൂൺ. ആർക്ക് കിട്ടും? തുറക്ക്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി സമ്മാനം വേണ്ട ആർക്കാന്ന് വെച്ചാ എടുത്തു. അത് തരില്ല. അതിലെ സമ്മാനം എന്താന്ന് ഞാൻ തന്നെ ഇപ്പൊ തരാം. എന്നാലും നീ തുറന്നു നോക്കി. ഇനി അതിലും സമ്മാനം ഇല്ലെങ്കിലാണ് ജെംസ് വാവ്. അപ്പൊ ഇതാ ജെംസ്. അങ്ങനെ ഒരു പ്രൈസ് അടിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ചലഞ്ച് ഏതായാലും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീണ്ടും സന്ധിക്കും വരെ